ഞാൻ കണ്ട മറ്റൊരു കാഴ്ച കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ഈ 2025 എനിക്കിത് പറയാൻ വലിയ വിഷമോ, പറയാൻ ഇഷ്ടമല്ല, എൻ്റെ വാഗൊണ്ടത് പറയാൻ എനിക്കിഷ്ടമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ ഞാൻ പറയുക. മുമ്പെങ്ങുമില്ലാത്ത മരണങ്ങളുടെ വാർത്തകൾ കേൾക്കും. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ആക്സിഡന്റ്, അപകടം, കൊലപാതകങ്ങൾ, മരണങ്ങൾ. ഞാൻ കണ്ടത് ഒരു മരണത്തിൻ്റെ ദൂതൻ കെട്ടഴിച്ചു വിട്ടതുപോലെ പോകുന്നൊരു കാഴ്ച. ചെറുപ്പക്കാർ മുതൽ മുതിർന്നവരെ വരെ സന്ദർശിച്ചത് പോകുക. ഞാൻ ഒച്ചത്തിൽ നിലവിളിച്ചു, ഏങ്ങലടിച്ച് നിലവിളിച്ചു. കർത്താവിനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. അപ്രതീക്ഷിതമായ, ചിന്തിക്കാൻ പറ്റാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സ്ഥലങ്ങളിൽ, വ്യക്തികളിൽ ആ പൈശാചിക ശക്തി കടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ മണിക്കൂറുകൾ ഞാൻ ദൈവസന്നിധി നിലവിളിച്ചു. ദൈവം എനിക്കൊരാലോചന നൽകി, സഭയുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അതിനെ തടയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിലും ഒന്ന് കരങ്ങൾ ഉയർത്താം. എല്ലാവരും കരങ്ങളെ ഉയർത്തി കണ്ണുകളെ അടച്ച്. അത് ദൈവികമല്ല, അത് ദൈവത്താലുള്ളതല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് ശബരഹലഹദുരി, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ശിബിറിയലകരു ശലധരനഹസ്യ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. പിശാചിനോട് എതിർത്ത് നിൽക്കുക. അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടും.